ഗായത്രി സുധീഷിനെ വിളിച്ചിട്ട് പറയണ്ടേ എന്താ ബർത്ത്ഡേ പാർട്ടി ഫുള്ളായിട്ട് നിൽക്കാണ്ടിരുന്നത്, എവിടേക്കാണ് പോയത് എന്നൊക്കെ പണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എനിക്ക് അർജൻറ്റ് കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്, ഇത്ര നേരം വിളിച്ചിട്ട് വരത്തില്ലല്ലോ, രാത്രി തൊട്ട് ഞാൻ വിളിക്കുകയല്ലേ എന്നൊക്കെ പണ്ട് പറയുന്നുണ്ട്. എനിക്ക് ഡ്രൈവിങ് വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്തിനാ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ബോയ് ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്താൻ പോയത്, ഞാൻ നിന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഒരു ലവറായിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഇടപഴകിയതും പെരുമാറിയതും എല്ലാം, അപ്പോൾ ഇപ്പം എന്താ സുധീഷ് ഇങ്ങനെ പറയുന്നത്, എന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴാണ് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്, ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് ഒന്ന് പെരുമാറി എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ എൻ്റെ മനസ്സിൽ ഒരിക്കലും നിന്നോട് ഇഷ്ടമോ പ്രണയമോ തോന്നിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് ദേഷ്യം വന്നിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെയും ഗായത്രി വിളിക്കുന്നുണ്ട്, അപ്പോൾ കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയാണ് ചെയ്തത്. നിധി വർക്കെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഭാസ്കരൻ അവിടെ പനിച്ചിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ വേഗം പോയിട്ട് അവൾ ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൂടെ, വല്ല കളക്ടർ എന്തെങ്കിലും ആയിക്കൂടെ, ഗവൺമെൻറ് ജോലി, കാറ്, വീട് ഇതൊക്കെ നിനക്ക് വേണ്ടെങ്ങനെയുണ്ട്. അപ്പോൾ കളിയാക്കിയിട്ട് നികേഷ് പറയുന്നുണ്ട്, ഓ കുപ്പത്തൊട്ടിയിൽ നിന്നൊരു കളക്ടർ എന്ന് പറയാലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ചായയൊക്കെ കൊണ്ടുവന്നിട്ട് ഭാസ്കരന് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാ മോളെ നീ എന്നെ ഇത്രയും ഇങ്ങനെ നോക്കുന്നത്, ഇവിടെ ആരും എന്നെ നോക്കാറില്ല, ചത്ത് കിടന്നാലും ഒരാളും തിരിഞ്ഞു നോക്കാണ്ട് കിടക്കുക ഞാനിവിടെ ചെയ്യാറ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടതും നികേഷിന് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഏടത്ത് വേണമെങ്കിൽ ബന്ന അവിടെ വെച്ചിട്ട് അങ്ങോട്ട് വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഒരു തെർമോമീറ്റർ ഉണ്ടെങ്കിൽ അച്ഛൻ്റെ പനി എങ്ങനെയുണ്ടെന്ന് നോക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് ഫോൺ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ സുധീഷ് വരുന്നുണ്ട്, ഒരു തെർമോമീറ്റർ വാങ്ങിയിട്ട് വരാൻ വേണ്ടി നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ആയി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചാർജ് കഴിഞ്ഞിട്ട് ഓഫായതാണ്, പിന്നെ എനിക്ക് തെർമോമീറ്റർ വാങ്ങാനില്ലേ പിന്നെ പണി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അത് കേട്ടതും നിധിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ തന്നെ പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അത് കണ്ടതും സുധീഷ് പറയുന്നുണ്ട്, വേണ്ട ഇനി ഞാൻ തന്നെ പൊക്കോളാം, ഇനി നിധി അതിനു വേണ്ടി ഇറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നീതു ഹരീഷിനെ എന്തൊക്കെയോ കഴിക്കാനൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഏട്ടനെയാണോ എന്നെയാണോ ഇഷ്ടം എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഒരു സാധനം കഴിക്കുമ്പോഴെങ്കിലും നിനക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നുള്ളൂ, ഇനി ഞാൻ ഇതിനെന്തെങ്കിലും മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചൊല്ലിയിട്ടായിരിക്കും പിന്നെ വഴക്ക്, വീട്ടിൽ പോയിട്ട് പിന്നെ ഫോൺ വിളിച്ച് ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടായിരിക്കും നിൻ്റെ ചോദ്യം, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊക്കെ നമ്മൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഓരോന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിധി തെർമോമീറ്റർ എടുത്തിട്ട് ഭാസ്കറിന് പനി കുറവുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, ഇനിയും കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇനിയും കമ്മിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ചാന്ദിനി സുഭാഷിന് ഗുലാബ് ജാമൊക്കെ കൊണ്ടുവന്നിട്ട് വായിലിങ്ങനെ കോരി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചാന്ദിനി എങ്ങനെയാണ് പോകുന്നത്, ഒറ്റയ്ക്ക് നടന്നു പോകാനാണോ, ഞാനും കൂടെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് സൈക്കിളിൽ ഇരുത്തിയിട്ട് അവളെ ഇരുത്തിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അത് സുനിധിയും അമ്മയും കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയെങ്കിലും അവരുടെ കല്യാണം നടന്നാൽ മതിയായിരുന്നു, ഒരുപാട് കല്യാണം മുടങ്ങിയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഗായത്രി സുധീഷിനെ വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ ഫോൺ നോക്കിയിട്ട് ഇങ്ങനെ എടുക്കാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നിധി ചോദിക്കുന്നുണ്ട്, നികേഷിൻ്റെ അടുത്ത് അറിയാത്തപ്പോൾ ചോദിക്കുന്നത്, എന്താണ് എന്തോ പോയ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.